ഹേ ഗായ്സ്, പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാത്ത വീഡിയോ ആണ് ഇന്ന്. ഒരു ആഫ്റ്റർ കോളേജ് സെഷനാണ്. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന ബോർഡ് കണ്ടിട്ടും ആരും കാണില്ല എന്ന വിശ്വാസത്തോടെ കാല് കഴിയുന്ന കാല് ഉയർത്ത് കുട്ടി. ആരുടെ കയ്യിൽ നിന്ന് മാന്തും വാങ്ങി നിന്ന് കരയുന്ന സ്വാമി. കയ്യിലിരുപ്പതേലെ അല്ലതെന്ത്, ഇവനാണ് പ്രതി. ഇതിലുണ്ടായിരുന്ന ബാക്കി മീനുകളെ ആരോ കടത്തിക്കൊണ്ടുപോയി. ബ്യൂട്ടിഫുൾ ലേഡി തന്നെ. അതാ ഒരാൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. അടുത്ത വീഴ്ചയ്ക്കുള്ള ഓട്ടമാണിത്. ശാന്തമായ കോളേജിന്റെ അന്തരീക്ഷത്തിൽ കായിക സ്നേഹികളായ ഒരു പറ്റം പെൺകുട്ടികൾ. അവർക്ക് ഷട്ടിൽ കളിക്കും. നമ്മളെ ഒരു വിലയും കൊല്ലാത്തവർക്ക് ഇങ്ങനെയാണ്. ആ പറഞ്ഞത് ന്യായം. മടിയുള്ളോണ്ടൊന്നും അല്ലാട്ടോ, വേർപ്പിന്റെ അസുഖമുണ്ട്. വിഷു ആണെന്ന് കണിക്കൊന്നയും അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, പുള്ളി പോലും അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. പ്രതികളെല്ലാം ബസ് സ്റ്റാൻഡിൽ ഹാജരായിട്ടുണ്ട്. എപ്പോൾ കോളേജ് വിട്ടാലും കിട്ടിയ ബസ്സിനേറി വീട്ടിൽ പോവാതെ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന ചിലർ. ദൈവനാണ് ഒന്നാം പ്രതി. കാത്തിരിപ്പിനൊടുവിൽ നമുക്കുള്ള ബസ് എത്തി. നമ്മളെ പറഞ്ഞുവിടുവാണ് ദുഷ്ടൻ. ആ ഇരിപ്പ് നോക്കിയേ, എന്ത് പാവം. ഞങ്ങൾ പണ്ടേ ഇൻട്രോവേർട്ടാ. ഇതെന്തേ കാണിക്കണേ. പാവം റീജാമോളെ നോക്കിയിരുന്നിരുന്ന് തളർന്നു. എത്തി. എല്ലാവരും കറക്റ്റായി ഇതിൽ തന്നെ എങ്ങനെ കയറി? പുറത്തെ സൈഡിലെ ചൂട് സഹിക്കാൻ വയ്യാതെ എൻ്റെ അടുത്ത് വന്നിരുന്നതാ. അടുത്തിരുന്നാൽ ആകെയുള്ളൊരു പ്രശ്നം ഇതാണ്. കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ റീജാമോളെത്തി. ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ആറ്റിറ്റ്യൂഡാണ്. എല്ലാ രജിത്ത് ഉണ്ടല്ലോ. ഇവൻ ഇപ്പുറ സൈഡിലേക്ക് വന്നപ്പോൾ വെയിലും ഇപ്പുറ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കണ്ടില്ലേ, ഒരു ദാക്ഷിണ്യം ഇല്ലാതാണ് പെരുമാറുന്നത്. പലരും ചില്ലുകൂട്ടിലിരുന്ന് മാടി മാടി വിളിക്കുന്നു. യോഗ ഇല്ല. അപ്പം ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബായ്.